യാത്ര സോണിത്പൂരിലെത്തിയപ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലും കൂട്ടൻ ജനക്കൂട്ടമായിരുന്നു തടിച്ചുകൂടിയിരുന്നത്. യാത്രയെ അനുഗമിക്കാൻ രാഹുലിന് പിന്തുണയർപ്പിച്ചെത്തിയവർക്കൊപ്പം കാവിക്കൊടികളും വലിയൊരു സംഘം ആളുകൾ. ജയ് മോദി ജയ് ശ്രീരാം വിളികളും. ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് ബസ് നിർത്തിച്ച് രാഹുൽ പ്രതിഷേധക്കാർക്ക് നേരെ ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. ശേഷം ഏറെ പണിപ്പെട്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും പാർട്ടി പ്രവർത്തകരും ചേർന്ന് രാഹുലിനെ ബസ്സിനകത്തേക്ക് തിരികെ കയറ്റിയത്. രാഹുൽ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോകുന്നതിനിടയിലാണ് സംഭവം. ആക്രമണത്തിൽ കോൺഗ്രസ് PCC പ്രസിഡന്റിന് പരിക്കേറ്റു. നേരത്തെ യാത്ര സുമുഖുരഹട്ടിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ആളുകൾ തന്റെ വാഹനത്തെ ആക്രമിച്ചുവെന്ന് ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ജയറാം രമേശ് ആരോപിച്ചിരുന്നു. നേതാക്കൾ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര സ്റ്റിക്കറുകൾ വലിച്ചു കീറുകയും വാഹനത്തിന് നേരെ വെള്ളമൊഴിക്കുകയും ചെയ്തെന്നാണ് ആരോപണം. കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ടീമിനെതിരെയും ആക്രമണമുണ്ടായി. ക്യാമറയും ഉപകരണങ്ങളും നശിപ്പിച്ചുവെന്ന് സുപ്രിയ ശ്രീനാഥ് വ്യക്തമാക്കി. യാത്ര അസമിൽ പ്രവേശിച്ചതിന് പിന്നാലെ ഹിമന്ത ബിശ്വ ശർമ്മ തുടരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. നാളെ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിന്റെ വേളയിൽ രാഹുലും സംഘവും ഗുവാഹട്ടിയിൽ പര്യടനം നടത്തും. എന്നാൽ നഗരത്തിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭീഷണിയും തുടരുന്നുണ്ട്. എതിർപ്പ് മറികടന്ന് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.